KV ഹരിദാസ്, മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്രം കൊടുത്തത് 1492 കോടിയാണ്. ആന്ധ്രയ്ക്ക് 716 കോടി, ബീഹാറിന് 655 കോടി, ഗുജറാത്തിന് 600 കോടി. എന്തുകൊണ്ടാണ് 68 ദിവസമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ പൂർണ്ണമായും ഇല്ലാതായ 500-ലധികം പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്ന് കരുതുന്ന 648 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്ന് കണക്കുള്ള ഒരു ദുരന്തത്തിന് കേന്ദ്രം ധനസഹായം നൽകാത്തത്? അരുണേ, ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു നിങ്ങളിപ്പോൾ ആ വിവരം റിപ്പോർട്ട് ചെയ്തു. കെ സുരേന്ദ്രനെതിരെ മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ഒരു വ്യാജ പരാതി UDF-ഉം LDF-ഉം ഒക്കെ ചേർന്ന് മുസ്ലിം ലീഗും ഒക്കെ ചേർന്ന് ഉന്നയിച്ച് സുരേന്ദ്രനെ താറടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു കേസിൽ ഇന്നിപ്പോൾ കോടതി വിധിയുണ്ടായിട്ടുണ്ട്. BJP-യെ താറടിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമത്തിൻ്റെ പര്യവസാനമാണ് നമ്മൾ ആ കോടതി വിധിയിലൂടെ കണ്ടത്. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇന്നിപ്പോൾ നിങ്ങളിവിടെ അവതരിപ്പിച്ച വിഷയം. ഞാനിത് രണ്ടും പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്നു എന്നതാണ് എൻ്റെ ഒരു അവസ്ഥ. എന്താണ് ഇന്നത്തെ ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ ഉപയോഗത്തിൻ്റെ രീതി? മിനിമം അത് മനസ്സിലാക്കിയാൽ ഈ തെറ്റിദ്ധാരണ മാറും. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൻ്റെ വിനിയോഗം സംബന്ധിച്ച ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയത് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. അതിൽ നിന്നും നിശ്ചിത തുക ധനകാര്യ കമ്മീഷനാണ് നിശ്ചയിക്കുന്നത്. ഓരോ സ്റ്റേറ്റിനും ഓരോ വർഷവും കൊടുക്കേണ്ട പണം. ആ പണം കേന്ദ്ര സർക്കാർ സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നു. അത് സ്റ്റേറ്റിൻ്റെ വിഹിതമുണ്ട്, കേന്ദ്രത്തിൻ്റെ വിഹിതവുമുണ്ട്. അതിൽ നിന്ന് പണം ചെലവഴിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഭരണകൂടങ്ങൾക്കാണ്. കേരളത്തിൻ്റെ കയ്യിൽ പണമുണ്ട്. കേരളത്തിന് കേന്ദ്രം കൊടുത്തിട്ടുള്ള പണം ഈ വർഷം പോലും, ഈ സാമ്പത്തിക വർഷം പോലും, ഞാൻ അതിൻ്റെ കൃത്യമായ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. ഏതാണ്ട് ഒരു സെക്കൻഡ്, ഈ സാമ്പത്തിക വർഷം പോലും 145 അല്ല, 145 ഉൾപ്പെടെ. ഒരു സെക്കൻഡ് അല്ല, അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും SDRF NDRF-ൽ നിന്ന് കൊടുക്കുന്ന വിഹിതമല്ലേ? ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് കേന്ദ്രം കൊടുക്കുന്നു. ഞാൻ പറയും അല്ല ഞാൻ അരുണെ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അരുണെ, അങ്ങനെയുള്ള പണം കേരളത്തിൻ്റെ കയ്യിലുണ്ട്. അരുണ ഒന്നുകൂടി മനസ്സിലാക്കണം, നമ്മുടെ പ്രേക്ഷകരും മനസ്സിലാക്കണം. ഇതിൻ്റെ സിസ്റ്റം എന്താ? സംസ്ഥാനത്തിന് സ്വന്തം കയ്യിലുള്ള കേന്ദ്രം നൽകിയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ പെടുന്ന പണം ചെലവഴിക്കാം. അതിൻ്റെ റീഇംബേഴ്സ്മെൻ്റ് ആണ് കേന്ദ്രം പിന്നെ ചെയ്യുക. നമ്മൾ ആവശ്യപ്പെട്ടത് NDRF-ന്റെ വിഹിതമായി സംസ്ഥാനത്തിന് കിട്ടേണ്ട, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കിട്ടേണ്ട പണമല്ല. ചൂരൽമല മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങളിലുള്ള മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിനും അവരുടെ കണ്ണീരൊപ്പുന്നതിനും കേന്ദ്രം ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണം. പ്രത്യേക കേന്ദ്ര സഹായം വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ മെമ്മോറാണ്ടം കൊടുത്തത്. SDRF-ലേക്ക് ഫണ്ട് കിട്ടാൻ നമ്മൾ മെമ്മോറാണ്ടം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. KV ഹരിദാസ്, അല്ല അരുണെ, പ്രശ്നം എന്താ? യഥാർത്ഥ പ്രശ്നം എന്താ? ഞാൻ അരുൺ അതിലേക്ക് വഴിതിരിച്ചുപെടില്ലേ? ഞാനതിലേക്ക് വരാം. അരുൺ ഉന്നയിച്ച വിഷയത്തിലേക്ക് ഞാൻ വരാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നിപ്പോൾ കേരളത്തിന് വയനാട്ടിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പണം കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് NDA സർക്കാരുകൾ തന്നെ 10, 75, 80 കോടി രൂപ കൊടുത്തു. അത് അവിടെയുണ്ട്. ഈ പണം ചെലവഴിക്കാൻ വകയുണ്ട് അവിടെ, അതിനുള്ള സൗകര്യമുണ്ട് കയ്യിൽ. പക്ഷേ പണം തന്നോ എന്നതാണ് ചോദ്യം. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് കേന്ദ്രം പണം തന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് നമുക്ക് LDF പ്രതിനിധിയോട് ചോദിക്കാം. ഞാൻ വരട്ടെ. അരുണ വെയിറ്റ് ചെയ്യൂ, 2 മിനിറ്റ് ക്ഷമിക്കൂ. ഏതായാലും ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാത്തിരുന്നില്ലേ? 2 മിനിറ്റ് കൂടി ക്ഷമിക്കൂ. ഞാൻ പറഞ്ഞു വന്നത്, കേന്ദ്രത്തിൻ്റെ പണം കേരളത്തിൻ്റെ കയ്യിലുണ്ട്. അത് ചെലവഴിക്കാം. അതിനുശേഷം
കേരളം ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടല്ലോ, മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. ആ മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു സംഘം വന്ന് കേരളത്തിൽ വന്ന് വയനാട്ടിൽ വന്ന് പരിശോധിക്കും. അതിൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്ന സംഭവമാണോ എന്ന് വിലയിരുത്തപ്പെടുക. അതാണ് രാജ്യത്തെ നിയമം. എടുത്തില്ലല്ലോ KVS ഹരിദാസ്. അതിന് കാരണം ആ രണ്ട് സംസ്ഥാനങ്ങളും, അല്ലെങ്കിൽ ഏത് ആന്ധ്രയിൽ മാത്രമല്ല, ബംഗാളിന് കൊടുത്തില്ലേ പൈസ? BJP ഭരിക്കുന്ന സർക്കാരല്ലല്ലോ, ആന്ധ്ര BJP ഭരിക്കുന്ന സർക്കാരാണോ? അവർക്ക് പണം കൊടുത്തില്ലേ? അപ്പോൾ സർക്കാർ തെലങ്കാനയ്ക്ക് കൊടുത്തില്ലേ? തെലങ്കാനയ്ക്ക് കൊടുത്തല്ലോ. ഞാൻ വേണമെങ്കിൽ കൃത്യമായ കണക്കെൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കാം. ഓരോ സ്റ്റേറ്റിനും കൊടുത്ത പണത്തിന്റെ കണക്ക് ഞാൻ വേണമെങ്കിൽ വായിക്കാം നിങ്ങളുടെ മുമ്പിൽ. ചൂരൽമല മുണ്ടക്കയിലേക്ക് അങ്ങ് തിരിച്ചു വരണം ശ്രീ KVS ഹരിദാസ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ അങ്ങ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ആ നിവേദനം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ? ഞാൻ അരുണിന്റെ മുമ്പിൽ ഒരു കാര്യം കൂടി ഉന്നയിക്കാം. ഈ വിഷയം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ VD സതീശൻ ഉന്നയിച്ചു. VD സതീശൻ ഉന്നയിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി കമായിന്ന് മിണ്ടിയോ? ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പ്രോപ്പറായിട്ടുള്ള നിവേദനം കേന്ദ്രത്തിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടോ എന്നതാണ്. എത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 17-ാം തീയതി തന്നെ ആ വിഷയം ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ കൃത്യമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടം, എസ്റ്റിമേറ്റുകൾ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലും ഒരു അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റാണ് തെറ്റായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. KVS ഹരിദാസ്, എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരമില്ലെന്ന് തോന്നുന്നു. ഈ മെമ്മോറാണ്ടം ഇപ്പോഴും കേന്ദ്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരു നയാ പൈസ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്നോ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നോ ഇതുവരെയും കൊടുത്തിട്ടില്ല. അതല്ലേ വാസ്തവം? അല്ല അരുണേ, ഈ കേന്ദ്രം കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് കേരളത്തിൻ്റെ കയ്യിലുണ്ട്. ഞാനിത് പറയണ കേൾക്കൂ. അതിൽ നിന്ന് അവർക്ക് ചെലവഴിക്കാം, അത് റീഇംബേഴ്സ് ചെയ്യാം. ഇവർ കൊടുത്ത നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കും. അതിനൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കേണ്ടതുണ്ടോ, അതിനുള്ള അർഹത അതിനുണ്ടോ, അത് പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കേണ്ട സംവിധാനം കേന്ദ്ര സർക്കാർ. പരിശോധിക്കുന്നതിന് വേഗം കുറവാണെന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? കോടതി ചോദിച്ചതും അതാണ്. എന്താണ് നിലപാടെന്ന് കോടതിയിൽ 18-ാം തീയതി പറയണം. കോടതിയുടെ ആ വിമർശനം യഥാർത്ഥത്തിൽ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിലെ മനുഷ്യരെ ചേർത്തുപിടിച്ച് വിലപിച്ചു പോയ പ്രധാനമന്ത്രിയോടുള്ള ചോദ്യമായിരുന്നില്ലേ? ദുരന്തബാധിതരെ അധികൃതരുടെ പിന്നാലെ ഓടിച്ചു ദുരന്തമാക്കി മാറ്റരുത്. അല്ല അരുണേ, പ്രധാനമന്ത്രി വന്നിട്ടൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് വയനാട്ടിൽ. നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ കൂടെ കേന്ദ്രം ഉണ്ടാവും. ഈ ദുരിതം വന്ന സമയത്ത് NDRFിൻ്റെ സംഘം വന്നില്ലേ? ആർമിയും നേവിയും എയർഫോഴ്സും വന്നില്ലേ? എന്തെല്ലാം സഹായം ചെയ്തു? മരിച്ചവർക്ക് 2 ലക്ഷം ഉറുപ്പിക പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്ത് കൊടുത്തില്ലേ? പരിക്കേറ്റവർക്ക് 50,000 ഉറുപ്പിക പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്ത് കൊടുത്തിട്ടില്ലേ? വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തുള്ള മനുഷ്യരുണ്ട് KVS ഹരിദാസ്. ഞാൻ അവരുടെ കാര്യം പരിഗണിക്കണമെങ്കിൽ നിയമാനുസൃതം കേരള സർക്കാർ യഥാവിധി അപേക്ഷ കൊടുക്കണം. മെമ്മോറാണ്ടം അർഹത ഏതെങ്കിലും തരത്തിൽ അപേക്ഷയിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണെന്നോ അപേക്ഷ തെറ്റാണ് ഇതുകൊണ്ടോ അപൂർണമായതുകൊണ്ടോ ആണെന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ല. അല്ല, അത് പരിശോധിക്കട്ടെ അരുണേ. ഓഗസ്റ്റ് മാസം കൊടുത്ത സെപ്റ്റംബർ ഒരു മാസം പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നല്ലോ. ഈ കേന്ദ്ര സർക്കാരിന് അത് പരിശോധിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഒരു പ്രദേശത്തെ പൂർണ്ണമായിട്ടും ബാധിച്ചൊരു വലിയ ദുരന്തത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് കണ്ട ഒരു ദുരന്തമുഖത്ത് ഈ പണം എത്തിക്കുന്നത് അടിയന്തരമാണെന്ന് കേന്ദ്രത്തിന് തോന്നണ്ടേ? അതിനെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലെന്ന് ഞാൻ അരുണേ, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാ പണം കൊടുക്കുന്നത്? അവസാനത്തെ ചോദ്യം, എന്താവശ്യത്തിന് വേണ്ടിയിട്ടാ കേരളത്തിന് പണം കൊടുക്കുന്നേ? കേരളം അവിടെ വയനാട്ടിൽ 3 വാർഡുകളെ പൂർണ്ണമായിട്ടും പുനരധിവസിപ്പിക്കണം, ഒരു ടൗൺഷിപ്പ് കൊണ്ടുവരണം, ആ ടൗൺഷിപ്പിന്റെ ഒപ്പം ഉപജീവന മാർഗം കൊടുക്കണം. അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ അരുണേ, ഒരു സെക്കൻഡ്. എൻ്റെ സംശയം ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. എന്ത് ജോലിയാണ് വയനാട്ടിൽ കേരള സർക്കാർ ചെയ്തിട്ടുള്ളത്?
ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്താ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ഞങ്ങൾ അവിടെ 2 ടൗൺഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അത് അക്വയർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആലോചിക്കുന്നു. അത്രേ ആയിട്ടുള്ളൂ. അല്ലല്ല, ആ പണം മുഴുവൻ താൽക്കാലിക കേന്ദ്ര സർക്കാർ പുനരധിവാസം അഡ്വാൻസ് പൂർണ്ണമായി. ചെയ്യുമെന്നാണോ ആദ്യഘട്ടത്തിൽ ഇവര് വിചാരിക്കുന്നത്? 90% ആളുകൾക്കും 10,000 രൂപ കൊടുത്തു. 300 രൂപ വീതം ഓരോ ദിവസം എന്ന നിലയിൽ 1 മാസത്തെ പണം കൊടുത്തു. അതിൽ ഇനിയും പല ആളുകൾക്കും അത് എത്തിച്ചേരാനുണ്ട്. ഇതൊന്നും കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നൊരു നയാ പൈസ കിട്ടാതെയാണെന്ന് ഓർമ്മിക്കണം ശ്രീ KVS ഹരിദാസ്. ഇതൊക്കെ സംസ്ഥാനം ഒറ്റയ്ക്ക് ഇവിടെയുള്ള മനുഷ്യരുടെ സഹായത്തോടു കൂടി, സുമനസുകളുടെ സഹായത്തോടു കൂടി ചെയ്തതാ. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രം ആ മെമ്മോറാണ്ടം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, വിവിധ വകുപ്പുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, സമയമാകുമ്പോൾ പണം തരും എന്നാണ്. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. Debate with Dr. Arun Kumar.